ഹായ് ഫ്രണ്ട്സ്, മലയാളി ടെക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമിയുടെ Mi Band 5നെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, Mi Band 4, Mi Band 3 ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെ കുറച്ചുകൂടി അഡ്വാൻസ് മോഡലായിട്ടാണ് Mi Band 5 വരുന്നത്. അത് ചൈനയിലെ ലോഞ്ചിങ് ഡേറ്റ് വരുന്നത് ജൂൺ 11-ാം തീയതിയാണ് ലോഞ്ചിങ് ഡേറ്റ് വരുന്നത്. ഇന്ത്യയിലേക്ക് ലോഞ്ചിങ് ആയിട്ടില്ല, കുറച്ച് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ തന്നെ ലോഞ്ചിങ് ആവും. അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിൽ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഡൈനാമിക് OLED സ്ക്രീനാണ് വരുന്നത്. അത് Mi Band 4നെ അപേക്ഷിച്ച് കുറച്ചും കൂടി ലാർജറാണ്. അതുപോലെ തന്നെ പുതിയൊരു ഫീച്ചറാണ് മാഗ്നറ്റിക് ചാർജിങ്. അതായത് നമുക്ക് പഴയ Mi Band 4, Mi Band 3 നമുക്ക് ഇതുപോലെ തന്നെ സ്ട്രാപ്പിൽ നിന്ന് ഊരിയതിനു ശേഷം അഡാപ്റ്റർ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാറുള്ളത്. പുതിയ Mi Band 5 നമുക്ക് ഈ മാഗ്നറ്റിക് ചാർജിങ് എന്ന ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ഈ സ്ട്രാപ്പിൽ നിന്ന് ഊരാതെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. അത് പുതിയൊരു ഫീച്ചറാണ്, നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ 11 സ്പോർട്സ് മോഡുകൾ അവൈലബിൾ ആണ്. NFC സപ്പോർട്ട് ഉണ്ട്. NFC സപ്പോർട്ട് മുന്നത്തെ മോഡലിൽ Mi Band 4 ചൈനയിൽ മാത്രമായിരുന്നു അത് അവൈലബിൾ ആയിരുന്നത്. ഇപ്പോൾ Mi Band 5 ഗ്ലോബലി വെർഷനിലും അത് അവൈലബിൾ ആണെന്നാണ് ഷവോമി പറയുന്നത്. അതുപോലെ തന്നെ Mi Band 5 4 കളറുകളിൽ അവൈലബിൾ ആണ്. യെല്ലോ, ഗ്രീൻ, റെഡ് ആൻഡ് ബ്ലാക്ക്. ഇങ്ങനെ 4 കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് Mi Band 5ന്റെ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നത്. ഏകദേശം 2500 രൂപയോളമാണ് ഇതിന്റെ വില വരുന്നത്. തന്നെ റിയൽമിയുടെ ഇയർബഡിന്റെ ഒരു ഗീവ് അവേ കോൺടെസ്റ്റ് നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ജൂൺ 17-ാം തീയതിയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കോൺടെസ്റ്റിന്റെ. ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ച അതിന്റെ ഡ്രോ ഡേറ്റ് ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അതിന് മുന്നേ ജൂൺ 17-ാം തീയതിക്ക് മുന്നേ തന്നെ അതിൽ പങ്കെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.